Hello guys, welcome back to my YouTube channel. It's me, Meera. Soft voice, strong show, infinite spark. Welcome to Meera's ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറച്ച് ആളുകൾ ചെയ്ത ഒരു പ്രവൃത്തി. ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അല്ലേ? എല്ലാ മനുഷ്യർക്കും ഒരു തലയും രണ്ട് കൈകളും രണ്ട് കാലും എല്ലാം ഒരുപോലെയാണ്. അവരുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ കളറും ചുവപ്പ് നിറം തന്നെയാണ്. അല്ലാതെ ഒരാൾക്ക് പച്ച നിറമോ ഒരാൾക്ക് നീല നിറമോ അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണുള്ളത്. പക്ഷേ ഈ ജനങ്ങൾ അവരുടേതായ രീതിയിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും കൊലപ്പെടുത്തിയും അതും ഇതും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതി എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ ജനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജാതി എന്ന് പറയുന്നത് കിട്ടുന്നത്. പക്ഷേ ജാതി വെറി എന്ന് പറയുന്നത് അതൊരു മാനസിക വൈകല്യമാണ്. അത് മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണ്. അങ്ങനെ ജാതി വരെ പിടിച്ച ഒരാൾ മാനസിക രോഗത്തിന് അടിമയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കർണാടകയിൽ നിന്നും ഇപ്പം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കർണാടകയിലെ ഒരു UP സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ എങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു സ്കൂളിൽ. ആ ഒരു സ്കൂളിൽ 10 വർഷത്തോളം ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ജാതി മുസ്ലിമാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവിടെയുള്ള കുറച്ച് ആളുകൾ ഈ ഒരു ഹെഡ് മാസ്റ്ററെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമസേന എന്ന് പറയുന്ന ഹിന്ദുത്വ സംഘടനയിലുള്ള കുറച്ച് ആളുകൾ ചെയ്ത ഒരു പണി നിങ്ങൾക്ക് കേൾക്കണം. അത്രയും മനുഷ്യത്വപരമായിട്ടല്ലാത്ത, അതായത് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇവർ ഈ ഒരു സ്കൂളിൽ ചെയ്തിട്ടുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങൾ 1 മുതൽ 5 വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പം അവർക്ക് എത്രമാത്രം ഒരു വിവരമൊന്നും ഉണ്ടാവില്ല. വിവരമൊക്കെ ഉറച്ചു വരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ, അവരെ കയ്യിലെടുത്തിട്ട് അതിലൊരു കൊച്ചിനെ കയ്യിലെടുത്ത് നിനക്ക് മുട്ടായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ഈ ഒരു ഹെഡ് മാസ്റ്റർക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്കൂളിലെ വാട്ടർ ടാങ്കിൽ കീടനാശിനി, അതായത് പോയിസൺ ഇവർ കലർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അതിലൂടെ ഈ ഒരു കുട്ടികൾ അപായപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കൂളിനെതിരെ സേഫ്റ്റി ഇല്ല എന്ന് എന്നുള്ള രീതിയിൽ ന്യൂസ് വരികയും അതോടുകൂടി സ്കൂള് പൊട്ടിപ്പോവുകയും ഈ ഒരു ഹെഡ് മാസ്റ്ററുടെ ജോലി പോവുകയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ മുന്നോട്ട് ചിന്തിച്ച് വെച്ചിട്ട് ഈ ഒരു സ്കൂളിലെ വാട്ടർ ടാങ്കിൽ പോയിസൺ കീടനാശിനി കലർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പളിൻ്റെയും ആ സ്കൂളിൻ്റെയും ആ കുട്ടികളുടെയും ഭാഗ്യം കൊണ്ടായിരിക്കും ഒരാൾക്കും ഒന്നും പറ്റിയില്ല. കുട്ടികളിലുണ്ടായ ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം കൊണ്ട് ആക്കിയ കുട്ടികളിൽ നിന്ന് മൊഴിയെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരാൾ വാട്ടർ ടാങ്കിൽ ഈ ഒരു ലിക്വിഡ് കലർത്താൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്ന് ഈ ഒരു കുട്ടി പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ്, അതായത് 2 ആഴ്ചയോളം അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് പോലീസ് ഈ ഒരു വിവരം കണ്ടെത്തുന്നത്. അതായത് മുസ്ലിമായിട്ടുള്ള ഈ ഒരു ഹെഡ് മാസ്റ്ററെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ സംഘടനയിലെ, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട സംഘടനയിലെ കുറച്ച് പേര് ചെയ്ത ഒരു വൃത്തികെട്ട പരിപാടിയാണിത്. എന്തായാലും നിങ്ങൾ ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കൂ. കർണാടകയിലെ ബളഗാവിയിൽ മുസ്ലിം പ്രധാന അധ്യാപകനെ പുറത്താക്കുന്നതിന് വേണ്ടി തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ സ്കൂൾ ടാങ്കിൽ വിഷം കലക്കി. ശ്രീരാമസേനയുടെ പ്രാദേശിക നേതാവടക്കം 3 പേര് അറസ്റ്റിലായി. സമീർ P. മുഹമ്മദ് ഉണ്ട്. സമീർ, അത്യന്തം നീചമായ പ്രവൃത്തി എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. എന്താണ് ഉണ്ടായത്? ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? അനുപെ, പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ബളഗാവിലെ ഹൂളിക്കെട്ടി ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ ഗ്രാമത്തിലെ സ്കൂളിൽ കഴിഞ്ഞ 14-ാം തീയതി വിദ്യാർത്ഥികൾക്ക് വിഷബാധ ഏറ്റിരുന്നു. കുടിവെള്ളത്തിൽ നിന്നാണ് വിഷബാധ. ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ജാതി തലയ്ക്ക് പിടിച്ചിട്ട് വെളിവില്ലാതെ നടക്കുന്ന ഈ ഒരു ആളുകൾ ഈ ഒരു കുട്ടികളാണെന്ന് പോലും നോക്കാതെ, അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഓരോരോ കുട്ടികൾ എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ അത്ര
അത്രയും പ്രതീക്ഷയാണ്. ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെട്ട് ലാളിച്ച് വളർത്തുന്ന ഓരോ കുട്ടികൾ അല്ലേ, ഓരോരോ കുടുംബത്തിലെ കുട്ടികൾ അവർക്ക് വലുതാണ്. അപ്പം ആ ഒരു കുട്ടികൾക്ക് കൂടി എന്ത് സംഭവിച്ചാലും അവർക്ക് കുഴപ്പമില്ല, ഈ ഒരു മുസ്ലിമായിട്ടുള്ള ഹെഡ് മാസ്റ്റർ ഇവിടെ നിന്ന് മാറിക്കിട്ടണം എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഇവരൊക്കെ ഒരു മനുഷ്യരാണ്. ആ സംഘടനയുടെ പേര് നോക്കണേ, ശ്രീരാമസേന. ഈ ഒരു പേര് ഇട്ടിട്ട് ഒരു ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള മതത്തെയും കൂട്ടുപിടിച്ചിട്ട് അവർ ചെയ്യുന്ന ചെറ്റത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും അവർ ചിന്തിക്കുക പോലും ചെയ്യാതെ, അതായത് മനുഷ്യരാണെന്ന് ഇവരൊക്കെ പറയാൻ പറ്റുമോ? മനുഷ്യരാണോ ഇവരൊക്കെ? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റും എന്നുള്ളൊരു ചിന്ത പോലും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഇവർക്ക് മനോരോഗം അല്ലാതെ എന്താണ് പറയേണ്ടത്? എത്ര പുരോഗമന വാദികളാണെങ്കിലും പുരോഗമന ചിന്താഗതി മുന്നോട്ട് വെക്കുന്ന ആളാണെങ്കിലും അവൻ്റേതായ കുടുംബത്തിൽ പോകുമ്പം അല്ലെങ്കിൽ അവൻ്റേതായ സമൂഹത്തിൽ പോകുമ്പം അവനെന്നും എൻ്റെ ജാതി, എൻ്റെ മതം, ഇത് മാത്രമാണ് എനിക്ക് വലുത് എന്ന് പറയണ ഭൂരിഭാഗം പേരെയും നമുക്കിതിൽ കാണാൻ പറ്റും, നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഈ ഒരു ജാതി പറയിൻ്റെ പേരിൽ എത്രയോ കൊലപാതകങ്ങൾ വരെ ചെയ്ത് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്കറിയാൻ പറ്റും. തമിഴ്നാട്ടിൽ അതായത് ഒരു പോലീസ് ദമ്പതികളുടെ മകളെ കവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്നേഹിച്ചു. അത് അവരുടെ ജാതി അല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്രൂരമായിട്ട് അയാളെ പട്ടാപ്പകലെ വെട്ടിക്കൊന്നതും അങ്ങനെയുള്ള പല പല ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഒരു ജാതി വരെ പിടിച്ച് നടക്കുന്ന ഇവർക്കൊക്കെ മാനസികമായിട്ടുള്ള രോഗം മാത്രമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ന്യൂസിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട്, കുറച്ചെങ്കിലും ഒരു വേർത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പം പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരേക്കും ബൈ.